ഫ്രണ്ട്സ്, നമ്മുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് ONGCയുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ ഡിസിപ്ലിനിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള GOCL EduLand, ജസ്റ്റ് നിങ്ങൾക്ക് GOCL EduLandൽ കയറാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും മതി, ഇല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കയറാൻ ക്ലിക്ക് ചെയ്താൽ മതി. GOCL EduLand ഹോം പേജിൽ വരും. ഹോം പേജിൽ വന്നവിടെ ആണെങ്കിൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതായി ഇങ്ങനെ ജസ്റ്റ് ഒരു നിശ്ചയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, ബൈ നൗ എന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ്, അതായത് ഗവൺമെൻറ് അതുപോലെ പ്രൈവറ്റ് ജോബ്സ്, മെയിനായിട്ട് പ്രൈവറ്റ് ജോബ്സ് ആണ് കേട്ടോ. ഗവൺമെൻറ് ജോബ്സ് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ജോബ്സിന് നമ്മൾ വേറെ ചാനലൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ പ്രൈവറ്റ് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്, ഈ പറയുന്ന മറ്റു വലിയ വലിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്ന വാക്കൻസികളൊക്കെ അതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സംശയമില്ലാതെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ലിങ്കും ക്വാളിഫിക്കേഷനും ഒക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് അതിലൂടെ ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ഇതിൽ ജോയിൻ ചെയ്താൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഫോൾഡർ ഇട്ട് ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഫോൾഡർ കാണിക്കുക. അപ്പോൾ ഇവിടെ കാണാം മെയ് മന്തിലെ ജോബ്സ് 35 ഫയൽ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 35 ഫയൽ പറഞ്ഞാൽ ഓരോന്നും ഓരോ ജോബ്സ് അല്ല, ഒരു ഫയലിൽ തന്നെ ഒന്നിലധികം വേക്കൻസികൾ ഉണ്ടാവും കേട്ടോ, ഒന്നിലധികം കാറ്റഗറി. അതുപോലെ ജൂണിലെ ജോബ്സ് 27 ഫയൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഓരോന്നും ഓരോ കാറ്റഗറിയിലാണ് കൂടെ കാണാം. അപ്പോൾ ജൂണിലെ ജോബ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താണ് നമുക്ക് ആ ജൂണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസികളോടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വിവിധ കാറ്റഗറി, വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ എനിക്ക് ഹിറ്റാച്ചി IT ട്രെയിനിങ്, അതുപോലെ വിപ്രോ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ. പിന്നെ ആമസോൺ ജോബ്സ്, പിന്നെ അതുപോലെ വാക്കിൻ ഇൻ്റർവ്യൂ, അതുപോലെ അപ്രൻറ്റിഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തോളൂ. നമ്മളെല്ലാം വന്നും ഇതിൽ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യും ജോബ്സൊക്കെ, പ്രൈവറ്റ് ജോബ്സ് കിട്ടുക പ്രധാനമായിട്ടും. അപ്പോൾ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാം ONGC MRPL. ഓക്കെ, അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്രൻറ്റിഷിപ്പ് ഫെയറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രൻറ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അപ്രൻറ്റിഷിപ്പ് ഫെയർ ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ബോർഡ് ഓഫ് അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് സദേൺ റീജിയൻ ചെന്നൈ ആണ് കേട്ടോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ് എന്ന് പറയുന്നത് 25 ജൂണിനായിരിക്കും ഈ അപ്രൻറ്റിഷിപ്പ് മേള നടക്കുന്നത്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം 9:30 to 5 PM എന്ന് പറയുന്ന ഡേറ്റിലാണ് നിങ്ങൾ, ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വെന്യൂ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചാണക്യ യൂണിവേഴ്സിറ്റി ഗ്ലോബൽ ക്യാമ്പസ് ആണ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ നിയർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിലാണ് സംഭവം. ഇതാണ് അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. 25 ജൂണിനാണ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ്, അതുപോലെ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വാക്ക് ഇൻ അപ്രൻറ്റീഷിപ്പ് ഫെയർ ആണ് നടക്കുന്നത് കേട്ടോ. നിങ്ങൾ കർണാടകയിൽ ഈ പറയുന്ന ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്കുള്ളത് 25/6 നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രൻറ്റീഷിപ്പ് ഫെയറിന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പങ്കെടുക്കുകയാണ് വേണ്ടത്. അവിടെ നിങ്ങൾക്ക് സ്പോട്ടിലായിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുക ചെയ്യുക. ആ ഫോം നിങ്ങൾ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയാം. അപ്രൻറ്റീഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 year ആയിരിക്കും ടൈം ഡ്യൂറേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോം ലഭിക്കുന്നത് ഈ നമ്മൾ വാക്കിൻ സെലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് ഫെയറിന് നമ്മൾ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുക. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സ്പോട്ടിൽ അവിടെ തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിൻ്റെ കൂടെ വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NATS ഉണ്ടല്ലോ, NATS. ഓക്കെ, നാറ്റ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നാറ്റ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ജസ്റ്റ് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പിന് ഈ പറയുന്ന വാക്കിൻ സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയി കാണിക്കാം. ഇതാണ് നാറ്റ്സിൻ്റെ ഒഫീഷ്യൽ പേജ് കേട്ടോ. ഓക്കെ, NATS 2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കയറിയിട്ട് ഈ ജസ്റ്റ് ഈ PDF-ൽ ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് NATS 2 എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ NATS ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ മതി നിങ്ങൾ. NATS 2 നാറ്റ്സിൻ്റെ പഴയ വെബ്സൈറ്റ് ഉണ്ട്, അതല്ല, ഇതാണ് NATS 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. ഒരു ലോഗോ കാണാൻ പറ്റും, അത് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നാറ്റ്സിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ഇവിടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ജനറൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൂടെ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ അടുത്തത്
നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ നാറ്റ്സിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് അപ്ലിക്കേഷൻ ഫോം തരുമല്ലോ, നമ്മൾ ഈ പറയുന്ന ഓർഗൻ സെലക്ഷന് പോയാൽ ആ സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ ഫോമിൽ നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഒരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. അത് നമ്മൾ ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾ 2021 25 ഓക്കെ, അതായത് ഈ ഡ്യൂറേഷനാണ് 2021 25ൻ്റെയോ ഇടയിലോ ഈ 21 25 ഈ ഡേറ്റ് ഉൾപ്പെടെ ഇയർ ഉൾപ്പെടെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കഴിഞ്ഞവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ 2021 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 22 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 23 അപ്ലൈ ചെയ്യാം, 24 അപ്ലൈ ചെയ്യാം, 25 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത്, BA or BTech ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൽ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ ഓക്കെ, അതല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ടെക്നീഷ്യൻ ഡിപ്ലോമ ആണെങ്കിൽ, ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയാണ് വേണ്ടത്. കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിലേക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം അവർക്ക് ഈ പറയുന്ന ഡിഗ്രി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും 55% മിനിമം ഉണ്ടായിരിക്കണം. OBC NC ആണെങ്കിൽ അവർക്ക് 45% മതി. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 40% മാർക്ക് മതി കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഓൾറെഡി നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞവരോ ഒരു വർഷം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒന്നും ലഭിക്കാത്തവരാണെങ്കിൽ അങ്ങനെയുള്ളവരും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ഇതിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഒറിജിനലിനെ വേണമെന്നില്ല, ഫൈനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നില്ല, പ്രൊഫഷണലിൻ്റെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ വോക്കൻ സെലക്ഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ റിസർവേഷൻ വാക്കൻസീസ് അതർ സെൻട്രൽ ഗവൺമെൻറ് നിയമപ്രകാരമുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി ഇറക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഈ പറയുന്ന വോക്കൻ സെലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ഫെയറിന് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനലും വേണം, അതിൻ്റെ ഒരു സെറ്റ് ഫോട്ടോ കോപ്പിയും വേണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ അപ്രന്റീസ്ഷിപ്പ് ഫെയറിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഈ പറയുന്ന നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അത് നമുക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, ആ നമ്പറാണ് നമ്മൾ കൈവശം വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് പ്രൂഫായിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വെക്കാം. ഓക്കെ, ജസ്റ്റ് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് എഴുതി സൂക്ഷിച്ചാൽ മതി. ഇനി രണ്ടാമത്തത് പ്രൂഫ് ഓഫ് ഏജ് ആണ്. അപ്പോൾ ഏജിൻ്റെ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് മതി, ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒറിജിനലും വേണം, ഫോട്ടോ കോപ്പിയും വേണം. ഇനി അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്, അതുപോലെ +2, ഡിപ്ലോമ, ഡിഗ്രി, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ എല്ലാ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും വേണം. ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സെമസ്റ്റർ വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ഇൻഡിവിജ്വൽ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇനി നിങ്ങൾക്ക് CGPA കൺവേർഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ മാർക്കൊന്നും കൊടുത്തില്ല, CGPA എന്ന് പറഞ്ഞിട്ട് അക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 10 ഒരു 10 താഴെയുള്ള ഒരു നമ്പർ ആയിരിക്കും. അതായത് 10 സ്കെയിലാണെങ്കിൽ 6.5 അല്ലെങ്കിൽ 7.8 അല്ലെങ്കിൽ 10ൻ്റെ ഉള്ളിലുള്ളൊരു നമ്പർ ആയിരിക്കും കേട്ടോ. 1 to 10ൻ്റെ ഉള്ളിലുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ എത്രയാണോ നിങ്ങളുടെ CGPA അതിനെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആക്കണം. ഓക്കെ, അപ്പോൾ കാരണം ഇവിടെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ജസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ പെർസെൻറ്റേജ് അവിടെ മെൻഷൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആക്കാനും ഒന്നെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റില്ലേ, കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അത് CGPA ഇൻറ്റു എന്ന് വേണമെങ്കിൽ 100 അല്ലെങ്കിൽ ഈ പറയുന്ന ജസ്റ്റ് എന്താണ് 10 അല്ലെങ്കിൽ മീൻസ് ആ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ CGPA ഇൻറ്റു 10 എന്നാണ് ഉണ്ടാകുക കേട്ടോ. മേ ബി 100 അല്ല, സോറി, CGPA ഇൻറ്റു 10 ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ 6.5 ആണെങ്കിൽ അങ്ങനെ അത് ഇൻറ്റു 10, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ 10 സ്കെയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഫോർമുലയിൽ കാണിക്കും. ഓക്കെ, നമ്മൾ CGPA എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ഒരു ഫോർമുല നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ പ്രൂഫ് വേറെ സെപ്പറേറ്റ് കാണിക്കേണ്ട. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി എന്താണ് കൺവേർഷൻ ഫോർമുല മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ യാതൊരുവിധ കൺവേർഷൻ ഫോർമുലയും മെൻഷൻ ചെയ്യുന്നില്ല, ഒരു കൺവേർഷൻ ഫോർമുലയും നമ്മളെ സർട്ടിഫിക്കറ്റിൽ ഇല്ല, ജസ്റ്റ് CGPA എന്ന് എഴുതിച്ചിന് അതിൻ്റെ ആ പോയിന്റ് ഇടട്ടിക്കണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ കൺവേർഷൻ ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അവരുടെ അടുത്ത് സർട്ടിഫൈ ചെയ്ത് വാങ്ങണം, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫോർമുല എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ എന്തെങ്കിലും പ്രൂഫായിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കയ്യിൽ വെക്കണം, ഒരു കോപ്പിയും വെക്കണം, ഒറിജിനലും വെക്കണം.
ഇനി അതോടൊപ്പം തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത ഡോക്യുമെൻറ്റ്സ്. അതിൻ്റെ SC, OBC, അതിൽ AWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കിയ സർട്ടിഫിക്കറ്റ് വേണം. ഇനി OBC ആണെങ്കിൽ അവരുടെ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് 1 ഏപ്രിൽ 2025 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷമോ എടുത്തതായിരിക്കണം കേട്ടോ. അതിൻ്റെ മുൻപ് എടുത്തൊന്നും പറ്റില്ല. വാലിഡ് ആയിട്ട് ഉള്ള ഈ പറയുന്ന 1 ഏപ്രിലോ 2025 എന്ന് പറയുന്ന ഡേറ്റിലോ അതിന് ശേഷമോ എടുത്തായിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ PWD കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുക, PWD സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം, നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ കോപ്പിയും വേണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനലും വേണം കേട്ടോ, രണ്ടും വേണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇനി എനിക്ക് ആധാർ കാർഡ് ഈ ആധാറും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി റീസെൻറ്റ് കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് 2 കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിശ്ചിത ഡേറ്റിൽ ആ വെന്യൂവിൽ നിങ്ങൾ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് ഫെയറിന് നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് 25 ജൂൺ 2025 9:30 to 5 PM ആണ്. ഇതാണ് വെന്യൂ. ചാണക്യ യൂണിവേഴ്സിറ്റി ഗ്ലോബൽ ക്യാമ്പസിലാണ് നിങ്ങൾ എത്തേണ്ടത്. ബാംഗ്ലൂരിലാണ്. അഡ്രസ്സ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മേഖലയൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്രൂട്ട്മെൻ്റ് ഒക്കെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള സെക്ടറിലൊക്കെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അവിടെ വീണ്ടും വേറെ എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ അവർക്ക് ഒരു നിശ്ചിതമായുള്ള പ്രിഫറൻസ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കുക. നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ നമ്പർ എഴുതി സൂക്ഷിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനലും വെക്കുക, ഫോട്ടോ കോപ്പിയും വെക്കുക. ഇതെല്ലാം ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ 25 ജൂൺ. ഓക്കെ, 25 ജൂണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡേറ്റിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നേരെ ഈ പറയുന്ന വെന്യൂ നിങ്ങളുടെ കാണാൻ ചാണക്യ യൂണിവേഴ്സിറ്റി ഗ്ലോബൽ ക്യാമ്പസിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഹാജരാണ് വേണ്ടത്. നിങ്ങൾ അവിടെ എത്തുകയാണ് വേണ്ടത്. ഓക്കെ, 9:30 5 PM ഇടയിലായിട്ട് നിങ്ങൾ അവിടെ എത്തണം. 9:30 തന്നെ നിങ്ങൾ എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിലേക്ക് മുൻകൂട്ടി അപ്ലൈ ചെയ്യുകയോ നമ്മൾ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ മേ ബി എന്ത് ചെയ്യും, അവിടെ ആ ഒരു നിങ്ങളുടെ അക്കാദമിക് മാർക്കും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ഇതിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞ ഫയൽ ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ PDF എല്ലാ കാര്യങ്ങളും കാണിച്ചു കേട്ടോ. ഇതിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.